സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിലിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഈശോയില് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയും യുവജനങ്ങളുടെ സുഹൃത്തായ വിശുദ്ധ ഡൊമിനിക് സാവിയോ എത്രമാത്രം സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു എന്ന് ഇന്ന് നമ്മൾ വചനവിചിന്തന സമയത്ത് ശ്രമിക്കുകയുണ്ട്. എന്താണ് ദൈവത്തോടുള്ള സൗഹൃദം? അത് എങ്ങനെ സഹോദരങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി, അത് എങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. യുവജനങ്ങളുടെ സ്നേഹിതനായി യുവജനങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സാധിച്ച ഈ വിശുദ്ധന്റെ സ്മരണയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ തെളിഞ്ഞു നിന്ന സ്നേഹത്തിന്റെ പ്രകടനങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഏതാനും ചിന്തകൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയും, ഒന്നാമതായിട്ട് സ്നേഹത്തിന്റെ 3 തലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് വിവിധ തലങ്ങളുണ്ട്. ദേവൂസ് കാരിത്താസ് എസ്റ്റ്, ദൈവം സ്നേഹമാകുന്നു എന്ന തന്റെ ചാക്രിക ലേഖനത്തില് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ 3 തലങ്ങളും. സ്നേഹം 3 തരത്തിലുണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയില്ല, മറിച്ച് ഒരു സ്നേഹത്തിന് 3 തലങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 പ്രകടനത്തിന്റെ മേഖലകളുണ്ട് എന്ന് പറയുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയും. ഒന്നാമത് ഇറോസ് എന്നാണ് അദ്ദേഹം അതിന് പേരിടുന്നത്. ഇറോസ് എന്ന പേര് അർത്ഥമാക്കുക നമ്മുടെയൊക്കെ ശാരീരികമായ ബന്ധങ്ങളുടെ മേഖലയിലുള്ള സ്നേഹത്തിന്റെ മേഖലയാണ് സൂചിപ്പിക്കുക. ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന, ശാരീരിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, ജീവിതത്തിന്റെ കുടുംബ ബന്ധങ്ങള്, ഇതൊക്കെ ശരീരത്തിന്റെ തലത്തില് രക്തബന്ധങ്ങളുടെ മേഖലകള് ചിത്രം വരയ്ക്കുകയും. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഇത്തരത്തില് ശരീരതലത്തില് പ്രകടമാകുന്ന ഒന്നായിട്ട് നിലകൊള്ളും. അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ പഴയ നിയമത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, ഇത് ശരീരത്തിന്റെ മേഖലകളിലൂടെ ഉണ്ടാകുന്ന സ്നേഹബന്ധമാണ്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, ഒരാളെ കാണുമ്പോൾ അയാളോട് അടുപ്പം തോന്നുന്നു എന്നുള്ളത് ശരീരതലത്തിൽ നിൽക്കുന്ന സ്നേഹമാണ്. ഇതിനെയാണ് ഇറോസ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ സ്നേഹത്തിന്റെ തലമാണ് ഫീലിയ എന്ന് വിളിക്കുക. ഫീലിയ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. ഫീലിയ എന്ന സ്നേഹത്തിന്റെ തലം സൗഹൃദത്തിന്റെ ബന്ധങ്ങളുടെ തലമാണ്. സൗഹൃദങ്ങള് നമ്മുടെ ഇടയിൽ സജീവമാകണം. ഇന്ന് നമ്മള് ദൈവത്തെ സുഹൃത്തായിട്ട് കാണുന്നതിന്റെ മേഖലകളെ കുറിച്ചാണ് പ്രധാന വചനവിചിന്തനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലാക്കിയത്. സ്നേഹബന്ധങ്ങള്, സൗഹൃദ ബന്ധങ്ങള്, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളേക്കാൾ ഉപരി നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ സൗഹൃദങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ട്. ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ കൂടെ പഠിച്ചവര്, ജോലി ചെയ്തവര്, നമ്മുടെ അയൽപക്കങ്ങളിലുള്ളവര്, ഇങ്ങനെ പല തലങ്ങളിലുള്ളവരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഫീലിയ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ തലം. ഇനി മൂന്നാമത് ഒരു സ്നേഹത്തിന്റെ തലം പരിശുദ്ധ പിതാവ് പറയുകയാണ്, അതാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവ സ്നേഹത്തിന്റെ തലത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ഒന്നൊന്നിനേക്കാൾ മെച്ചമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പരിശുദ്ധ പിതാവ് പറയും.
ഒന്നൊന്നിനേക്കാൾ മെച്ചമാണോ എന്ന് ചോദിച്ചാല് അല്ല എന്ന് പരിശുദ്ധ പിതാവ് പറയും. ഇത് പറയാനുള്ള കാരണം ശാരീരിക തലത്തിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വലിയ തിന്മയുടെ മേഖലകളാണെന്ന് ചിത്രീകരിക്കപ്പെട്ട സഭയുടെ ഒരു ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. ഭാര്യ-ഭർത്തൃ ബന്ധം പോലും തിന്മ നിറഞ്ഞതാണ് എന്ന് ചിത്രീകരിച്ച പുരാതന ദൈവ പണ്ഡിത മേഖലകളെ തിരുത്തലായിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയുന്ന ചവിട്ടുപടികളായിട്ട് ഈ സ്നേഹത്തെ മാറ്റണം. ഇറോസ് ശാരീരിക ബന്ധങ്ങളുടെ മേഖലയിലുള്ള സ്നേഹബന്ധങ്ങൾ തെറ്റല്ല, സൗഹൃദങ്ങള് തെറ്റല്ല, ഫീലിയ തെറ്റല്ല. ഇറോസും ഫീലിയായും ദൈവസ്നേഹമാകുന്ന അഗാപ്പയിലേക്ക് ചവിട്ടിക്കയറുവാനുള്ള പടികളായി മാറണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് എളുപ്പത്തിൽ പരിശുദ്ധ പിതാവ് അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? യാക്കോബിന്റെ ഗോവണി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഗോവണി യാക്കോബ് സ്വപ്നം കാണുന്നു. യാക്കോബ് സ്വപ്നം കാണുകയാണ്, ദൈവദൂതന്മാർ മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന യാക്കോബിന്റെ ഗോവണിയുടെ ചിത്രമാണ് ഈ സ്നേഹതലങ്ങളെ വിശദീകരിച്ച് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുക. ഇറോസും ഫീലിയായും ചവിട്ടുപടികളാണ്. അഗാപ്പയാകുന്ന സ്നേഹത്തില്, ദൈവസ്നേഹത്തിൽ എത്തിയിട്ട് ആ അഗാപ്പയെ ഇറോസിന്റെയും ഫീലിയായുടെയും തലത്തിലേക്ക് ശാരീരിക ബന്ധങ്ങളുടെയും സുഹൃത്ത് ബന്ധങ്ങളുടെയും മേഖലകളിലേക്ക് കൊണ്ടുവന്ന് അതിനെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് മാതൃകയായി നിലകൊള്ളുന്ന ഈ ഡൊമിനിക് സാവിയോ കാണിച്ചു തന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹം സൗഹൃദങ്ങൾ സ്ഥാപിച്ചു യുവജനങ്ങളുമായിട്ട്. അദ്ദേഹം സ്നേഹബന്ധങ്ങളിലായിരുന്നു. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാല് ശരീര തലത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുവാൻ സാധിക്കുക. സ്നേഹിക്കുവാന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കുവാൻ നമുക്കൊക്കെ ഈ ശരീരം ആവശ്യമാണ്. ശരീരത്തിന്റെ മേഖലകളെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരാധ്യാത്മികതയല്ല, ശരീരത്തിന്റെ മേഖലകളെ വിശുദ്ധീകരിച്ച് ദൈവസ്നേഹത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഒരാധ്യാത്മികത. അതാണ് നമ്മളുടെ ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന ഡൊമിനിക് സാവിയോ നമുക്ക് കാണിച്ചു തരിക. ഇപ്പൊ ശരീരത്തിന്റെ മേഖലകളെ ദൈവസ്നേഹത്തിന്റെ പ്രകടനങ്ങളാക്കാനുള്ള ഉപകരണങ്ങളാക്കാൻ നമുക്ക് സാധിക്കുക. ആ സ്നേഹബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഭാര്യ-ഭർത്തൃ ബന്ധമാകാം, മക്കളോടുള്ള ബന്ധമാകാം, രക്തബന്ധങ്ങളുടെ മേഖലകളാകാം. അതൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം, ദൈവസ്നേഹത്താൽ നിറയ്ക്കപ്പെടണം. നമ്മുടെ സൗഹൃദങ്ങള്, സുഹൃത്ത് ബന്ധങ്ങള് നല്ലതാണ്. ആ സൗഹൃദങ്ങളിലേക്ക് ദൈവസ്നേഹത്തെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ ഇറോസ് ബന്ധങ്ങളെ, നമ്മുടെ ഫീലിയ ബന്ധങ്ങളെ ഉയർത്തുക, അതിനെ അഗാപ്പെ കൊണ്ട് നിറച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും. അപ്പോൾ വിശുദ്ധീകരിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച്, വിശുദ്ധീകരിച്ച് ദൈവസ്നേഹത്തെ പ്രകടമാക്കുന്ന ഒരു ജീവിതശൈലിയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും വിശുദ്ധന്റെ മാതൃകയിലെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, വിശുദ്ധീകരിക്കുന്ന സ്നേഹത്തിന്റെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.